നമസ്കാരം. കേരള കണക്ട് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് ഒരു കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടാണ്. നമുക്ക് ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ കരിയറിൽ എങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാനായി കരിയർ ഗൈഡൻസ് എക്സ്പേർട്ട്, കേരള സർവകലാശാലയിലെ മുൻ രജിസ്ട്രാറും കൂടിയായ ശ്രീ സത്താർ ശ്രീകാര്യമാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ 12ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു ഫേസിലേക്ക് കയറാനായിട്ട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴത്തെയും പോലെ ഫസ്റ്റ് വരുന്നത് സയൻസ് സബ്ജക്ട്സ് ആണ്. ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, അതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്, ഇതൊക്കെ നേരത്തെ ഒരു 2-3 വർഷം മുൻപ് തന്നെ ഈ കുട്ടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ, നമുക്ക് സയൻസിൽ നിന്ന് തന്നെ തുടങ്ങാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകാം. കാരണം സയൻസിനാണല്ലോ എപ്പോഴും ഒരു പ്രഷറും സ്ട്രെസ്സും ഒക്കെ വരുന്നത്. ഈ സയൻസ് കോഴ്സുകളിൽ കുട്ടികൾക്ക് അടുത്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ, നമ്മളിപ്പോൾ നീറ്റ് എഴുതുന്നുണ്ട്, കുട്ടികൾ JEE എഴുതുന്നുണ്ട്. ഇപ്പം IIT-യിൽ തന്നെ JEE-യിൽ കൂടി പോകാനല്ലാത്ത കോഴ്സുകളും ഉണ്ടെന്ന് പല വിദ്യാർത്ഥികൾക്കും അതുപോലെ പേരൻസിനും ഇന്നും അത്ര അവെയർ അല്ല. അപ്പോൾ നമുക്ക് സയൻസ് സബ്ജക്റ്റിന് അടുത്ത ഒരു ഘട്ടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്? സയൻസിൽ ആണ് നിരവധി കോഴ്സുകളുള്ളത്. അതിൽ സയൻസിൽ 2 സ്ട്രീമാണ് പ്രധാനമായിട്ട്. മാത്തമെറ്റിക്സ് താല്പര്യമുള്ളവർക്കാണ് എൻജിനീയറിംഗ് സെക്ടർ, നേരത്തെ പറഞ്ഞ കണക്ക് JEE അഡ്വാൻസ്, JEE മെയിൻ പാസ്സായാലും നമുക്ക് 31 NIT ഉണ്ട്. പിന്നെ പലർക്കും ഇപ്പോഴും അത്ര പരിചയമില്ലാത്ത, പക്ഷേ പലർക്കും അറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 26 IIIT ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ കോട്ടയത്തുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ തന്നെ ഇൻഫർമേഷൻ സയൻസ് അത്രമാത്രം ഡെവലപ്പ് ചെയ്ത ഈ കാലഘട്ടത്തിൽ IIITക്ക് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പം IIT ഉണ്ട്, അഡ്വാൻസിൽ IIT ഉണ്ട്, NIT ഉണ്ട്, 31 NIT ഉണ്ട്, 26 IIIT ഉണ്ട്. പിന്നെ ഇത് എടുക്കുന്ന ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് ഫണ്ടഡ് പിന്നെ യൂണിവേഴ്സിറ്റികളും ചില ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലും നമ്മുടെ രാജ്യത്തുണ്ട്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ ഉള്ളത്. ഇവിടെ എല്ലാം തന്നെ ടെക്നോളജി ഇഷ്ടമായവർക്ക് എൻജിനീയറിംഗ് തന്നെ 100-ൽ പരം കോഴ്സുകളുണ്ട്. അപ്പം അത് നമുക്ക് പ്രധാനമായിട്ടും എപ്പോഴും പോപ്പുലറായ കുറച്ച് കോഴ്സുകൾ മാത്രമാണ് അറിയാവുന്നുള്ളൂ. പക്ഷേ ബയോടെക്നോളജി ഒരു എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, ഇപ്പം ഇങ്ങനെ ഒരു സെക്ടർ തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് മൈനിങ് എഞ്ചിനീയറിംഗ്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, ഇങ്ങനെ കേരളത്തിൽ അധികമില്ലാത്ത എങ്കിൽ അപൂർവമായ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള നിരവധി ജോലി കിട്ടുന്ന ഉറപ്പായ കോഴ്സുകളുണ്ട്. അതേസമയം തന്നെ ചോദ്യത്തിന് മറുപടിയായിട്ട് സയൻസ് സ്ട്രീം എന്ന് പറഞ്ഞപ്പോൾ ബയോളജിയിലാണ് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത്. കാരണം 21-22 ലക്ഷം പേര് നീറ്റ് എഴുതുന്നുണ്ട് നമ്മളെ രാജ്യത്ത്. പക്ഷേ നമുക്ക് 1,30,000 മെഡിസിൻ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 30,000 സ്വല്പം കൂടെ, ഒരു 700 കൂടുതൽ മെഡിക്കൽ കോളേജിലാണ് ആകെ ഉള്ളത്, എയിംസ് ഉൾപ്പെടെ. അപ്പം അതിനുശേഷം അതല്ലെങ്കിൽ പിന്നെ ആയുർവേദ, ഹോമിയോ, പിന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, ഫിഷറി സയൻസ്, കുറച്ച് ഫോറസ്ട്രി സയൻസ്, ഇല്ലാതെ തന്നെ ധാരാളം പിന്നെ ബയോ സയൻസ് കോഴ്സുകളുണ്ട്. ഇതിൽ തന്നെ 2 തരം ബയോ സയൻസ് കോഴ്സുകൾ. ഒന്ന് നമ്മളെ പ്യുവർ സയൻസ്, ബോട്ടണി, സുവോളജി, പരമ്പരാഗത കോഴ്സുകൾ. പിന്നെ അപ്ലൈഡ് ബയോ സയൻസ് ഉണ്ട്, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി, ഇങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട്. ഇതെല്ലാം തന്നെ പഠിച്ച ഉടനെ ജോലിയാകില്ല, ചിലതെല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ഷനാണ്. അതേസമയം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു 4 വർഷത്തെ BTech കൊണ്ട് ഒരാൾക്ക് കരിയറിലോട്ട് കയറാം. അതുപോലെ ചിലപ്പം ബയോ സയൻസിൽ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ മെഡിസിൻ ഒരു എക്സംഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവാം, പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ പേരൻസിനും ഒരുപാട് സംശയങ്ങളുണ്ടാവാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ തന്നെ അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാം. അതുകൂടാതെ തന്നെ ഒരു വാട്സപ്പ് നമ്പറും നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യം നമ്മളിവിടെ ലൈവായിട്ട് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 2 നമ്പറും നോട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കുക, അല്ലാത്തവർക്ക് മെസ്സേജ് അയക്കാം. സർ, നമ്മൾ ഈ കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊരു 15-16 വയസ്സിലൊന്നും അത്രയും ഫോക്കസ് എല്ലാ കുട്ടികൾക്കും വരണം എന്നില്ല.
അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഏത് സ്ട്രീമിലോട്ട് പോയാൽ മികവുണ്ടാകാം, അവനെ പഠിക്കാൻ സാധിക്കും, അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കില്ല? ഇപ്പോഴ് നമ്മളെ സ്കൂളിൽ പിന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഗവൺമെൻറ്റിന് തന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരുക്ക വന്നതായിരുന്നു. പക്ഷേ അത് അത്ര പോപ്പുലറായി നടപ്പാക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. പല സ്ഥലത്തും കരിയർ ഗൈഡൻസ് സെല്ലുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകിച്ച് പല സ്ഥലത്തുമുണ്ട്. പക്ഷേ എത്രമാത്രം ആക്റ്റീവാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഒരുക്ക അവർ തുടങ്ങിയായിരുന്നു. പക്ഷേ നമുക്ക് ഇത്രയും 10,000-കണക്കിന് സ്റ്റുഡൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ടെസ്റ്റ് ചെയ്യാൻ എന്തായാലും അതിനുള്ള റിസോഴ്സസ് പരിമിതമായിരിക്കാം. പക്ഷേ വിവിധ തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന 9 തരം ആപ്റ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് കണ്ടെത്തുന്ന പിന്നെ ഈ ടെസ്റ്റുകളുമുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. അപ്പോൾ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ബയോളജിക്കൽ ഇൻ്റലിജൻസ്, അതായത് നാച്ചുറാലിസ്റ്റിക്, പിന്നെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഡിസൈൻ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. കാരണം അവന് റിസർച്ച് താല്പര്യം, എപ്പോഴും കുട്ടികൾ ക്യൂരിയോസിറ്റി കൂടിയ കുട്ടികളുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിച്ചറിയാം. ക്യൂരിയോസിറ്റി കൂടിയ കുട്ടികളുണ്ട്, അവർക്ക് റിസർച്ച് മെൻറ്റാലിറ്റി കാണും. പക്ഷേ ഇതൊരു അധ്യാപകനോ അധ്യാപികയോ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരെ അങ്ങനെ ഒരു ലോങ് ടൈം കരിയർ പ്ലാനിങ് ഉണ്ടെങ്കിലേ ഒരാൾക്ക് PhD എടുക്കാൻ പറ്റൂ. അങ്ങനെ വിടാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ അഭിരുചി നിർണയ പരീക്ഷ ശാസ്ത്രീയമായി നടത്തുകയല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ അത്രമാത്രം പാഷണേറ്റായിട്ട് കുട്ടി ചിലപ്പോൾ നല്ലവണ്ണം ഡ്രോയിങ്, നല്ലവണ്ണം സ്കെച്ചസ്, നല്ലവണ്ണം പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന കുട്ടിക്ക് നമുക്കറിയാം അവന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലോ നമ്മുടെ നമ്മുടെ ഈ പെയിൻറ്റിങ് പിന്നെ ഈ സെക്ടറിലോട്ടാണ് പോകാൻ കഴിയും. നമുക്കിവിടെ അതിനുള്ള കോളേജുകളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പോകാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ പിന്നെ ഒരുപാട് ഡിസൈൻ കോഴ്സുകളുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. സാധാരണ ഒരു 100 കുട്ടികളെ അഭിരുചി നമ്മൾ ശാസ്ത്രീയമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 8-10 കുട്ടികൾ, അതായത് 8%, 10% കുട്ടികൾക്ക് നല്ലവണ്ണം ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് കാണും. പക്ഷേ നമ്മളെ എത്ര പാരൻസ് ഡിസൈനിലോട്ട് ഒരു കുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലയക്കും? എത്ര പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ടെസ്റ്റ് എഴുതിപ്പിക്കും? കാരണം അപ്പോഴത്തേക്ക് റിസൾട്ട് ഒക്കെ വന്നു കഴിയും. കാരണം ഇതൊക്കെ നേരത്തെ വരും. നമ്മുടെ പല നാഷണൽ എൻട്രൻസിനും ഒക്ടോബർ, നവംബർ, ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും. ടെസ്റ്റ് തന്നെ നെഫ്റ്റിൻ്റെ ടെസ്റ്റൊക്കെ ഫെബ്രുവരിയിൽ തന്നെ നടക്കും. പക്ഷേ അതിനൊന്നും മറിച്ച് അതിനൊക്കെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ, 4000-5000 സീറ്റുകളെ നെഫ്റ്റിൻ്റെ 20 സെൻറ്ററിലായിട്ടുള്ളൂ. എങ്കിലും അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമുക്ക് അതുവഴി എത്തിക്കാം. അതേസമയം തന്നെ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതുപോലെ തന്നെ അപ്ലൈഡ് ബയോസയൻസിലുണ്ട്, എൻജിനീയറിങ്ങിലുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഒരു കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി, അവൻ്റെ എൻവയോൺമെൻറ്റ്, ഇത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചില കുട്ടികൾക്ക് വേഗം ജോലി വേണം. അപ്പോൾ അവനൊരു ഷോർട്ട് ടൈം പ്ലാനിങ് കൊടുത്ത് ഒരു പോളിടെക്നിക് അല്ലെങ്കിൽ ഒരു ITയിൽ ഏറ്റവും നല്ല പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകളുണ്ട്. ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇപ്പോഴും ITI നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയിട്ട് നമുക്ക് നടത്താം. ഇനി നല്ല ബ്രില്യൻ്റ് ആണെങ്കിൽ അവന് സ്കോളർഷിപ്പും മറ്റും കിട്ടുന്ന ഒരുപാട് തലങ്ങളുണ്ട്. അങ്ങനെ ഒരു അധ്യാപകനോ സ്കൂൾ അതോറിറ്റിക്കോ, അത് ഗവൺമെൻറ് ആവട്ടെ, എയ്ഡഡ് ആവട്ടെ, പ്രൈവറ്റ് ആവട്ടെ, തീർച്ചയായിട്ടും സ്കൂൾ അതോറിറ്റിക്ക് ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ, അവൻ്റെ കരിയർ പ്ലാൻ ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഏത് പ്രായത്തിൽ, ഒരു കുട്ടിയുടെ ഏത് പ്രായത്തിലാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് അസസ് ചെയ്യേണ്ടത്? സാധാരണ ഒരു ഇതിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹവാർഡ് ഗാർഡനർ, അദ്ദേഹമാണ് ഈ 9 തരം ഇൻ്റലിജൻസിനെ കുറിച്ച് 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു പുസ്തകം തന്നെ പബ്ലിഷ് ചെയ്തു. ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റാണ്, കോഗ്നിറ്റീവ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനും കൂടെയായിരുന്നു. അദ്ദേഹമാണ് ഈ 9 തരം ഇൻ്റലിജൻസ് ഒരു വ്യക്തിക്കുണ്ടെന്ന് കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ തിയറി അനുസരിച്ചാണ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് തന്നെ അദ്ദേഹം തുടങ്ങിയത്. സർ, നമുക്ക് അതിലേക്ക് ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്, തിരിച്ച് അതിലേക്ക് തന്നെ വരാം. ഒരു കോള് കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ 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 കേൾക്കാവോ? കേൾക്കാം. കേരള കണക്കിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്നാണേ. ഓക്കെ, പേര് മഞ്ജു. ഓക്കെ, മഞ്ജു ചോദിച്ചോളൂ, സാറിനോട് ചോദിക്കാം. ഇപ്പൊ ഈ നമ്മള് സാറേ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. നമ്മളിപ്പോ ഒരു ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം
ഒത്തിരി കാര്യങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് ഒരു എയുടെ ഒരു ഹലോ, എങ്ങനെയാണ് ഇപ്പം എല്ലാവരും ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സമയത്ത് നേഴ്സിംഗ് ആയിരുന്നു, ഒരു സമയത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഇപ്പോൾ ഒരു AI വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? ഇപ്പം ഒരു ഹയർ സ്റ്റഡീസിന്റെ ലെവലിലേക്കാണ് ഇപ്പം എന്റെ മകൻ എത്തി നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെയാണ് അവന് ഒത്തിരി അവരൊക്കെ ഈ ഓൺലൈൻ വഴി ചാറ്റ് അങ്ങനെ വരുമ്പോഴത്തെ ഒത്തിരി അതിനകത്ത് കാണുന്നുണ്ട്. പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനകത്തൊരു സാധ്യതകൾ ഇപ്പോൾ ഈ പറയുന്നത് ഒരു ലോങ് ടൈമിലേക്ക് ഉണ്ടാകുമായിരിക്കും. ഈ ഒരു കരിയർ മുന്നോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും സാറേ? അതിന് ഉത്തരം പറയാം. ഇത് ഇപ്പോൾ കാലഘട്ടത്തിന് പറ്റിയ ചോദ്യമാണ്. നന്ദി. ഇതിന് പിന്നീട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം രക്ഷകർത്താക്കളുടെയും ഒരു കൺസേണാണ്. AI വല്ലാതെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞാൽ തൊഴിൽ കിട്ടും. സ്വന്തം മകൾക്കും മകനും ഇതേപോലെ മാഡം ചോദിച്ച കണക്ക് ജോലി അതിൽ എങ്ങനെയാണ് കരിയർ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ 2-3 കൺസേൺ ഉണ്ട്. ഒന്ന്, AI വന്ന് നമ്മുടെ പല കരിയറിനെ നശിപ്പിക്കുമെന്നുള്ളതാണ്. ഇതിനൊന്നും നമുക്ക് ഈ ഒരു ഫ്യൂച്ചറോളജിസ്റ്റിന് പോലും നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ കഴിയില്ല. കാരണം എത്ര AI വന്നാലും മനുഷ്യൻ്റേതായ ഒരുപാട്, ഇപ്പം പറഞ്ഞ പോലെ നഴ്സിങ്ങിന് യാതൊരു കുഴപ്പവും വരില്ല. സേഫാണ്. അടുത്ത 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ നഴ്സിങ് സേഫാണ്. മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നാൽ പോലും ഏതെങ്കിലും സർജന്മാർ വെറുതെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ AI വരും. AI എങ്ങനെ നമ്മളെ ഇപ്പോൾ കൃഷിയിൽ AI എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യാം, AI എങ്ങനെ റീറ്റെയിൽ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം, AI എങ്ങനെ ലോജിസ്റ്റിക്സിലും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലും അപ്ലൈ ചെയ്യാം, AI എങ്ങനെ പരസ്യത്തിൽ അഡ്വർടൈസ്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം, AI എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള AI എല്ലാം നേരത്തെ ഈ 90കളിലും 2000 ആണ്ടുകളിലും ഈ അടുത്ത 10 വർഷത്തിന് മുമ്പൊക്കെ കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയെ മാറ്റിമറിച്ചത് കണക്ക് AI കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ വേറൊരു വിഭാഗമായ AI നമ്മളെ ജീവിതത്തിനെ മൊത്തം സ്വാധീനിക്കും. തീർച്ചയായിട്ടും നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റിയും അരിത്തമെറ്റിക് എബിലിറ്റിയും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ AI, കാരണം ഇപ്പം BTech വിത്ത് AI ഒരുപാട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. BTech വിത്ത് ഡാറ്റാ സയൻസ്, BTech വിത്ത് റോബോട്ടിക്സ്, BTech വിത്ത് മെഷീൻ ലേണിംഗ് ആൻഡ് AI അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ BTech വിത്ത് സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ ഒരുപാട് ഡിവിഷൻസ്, ബ്രാഞ്ചസ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ചിലതൊക്കെ ഗവൺമെൻറ് കോളേജിൽ തന്നെ ഈ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രൈവറ്റ് കോളേജിലും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആവശ്യം നമ്മൾ അവന് മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ടോ, അരിത്മെറ്റിക് സ്കില്ലുണ്ടോ. കാരണം മെഷീൻ ലേണിങ്ങും കോഡിങ്ങും ഒക്കെ പഠിക്കാതെ ഒരിക്കലും AIയിൽ ഒരു പ്രൊഫഷണലാകാൻ പ്രയാസമായിരിക്കും. ആ പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിടാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. BTech മാത്രമല്ല BCA എന്നുള്ള 4 വർഷത്തെ കോഴ്സും കൂടെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഡാറ്റാ സയൻസും AI ഒക്കെ വന്നു കഴിഞ്ഞ്. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് ഇനി മുന്നോട്ട് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സാധ്യതയുണ്ടാവും. അതിന് പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, പ്രൊഫഷണലിലോട്ട് പോവുകയും ചെയ്യാം. താങ്ക് യു മഞ്ജു. താങ്ക് യു ഫോർ കോളിംഗ്. നമുക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിലേക്ക് തിരിച്ചു വരാം. അതായത് ഏത് പ്രായത്തിൽ കുട്ടികളെ കറക്റ്റായിട്ട് നമ്മൾ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടതുണ്ട്? സാധാരണ ഹൈസ്കൂളാണ് നല്ലത്. 8, 9, 10 മുതൽ. ഞാൻ ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ 27 28 പുസ്തകം പ്രസിദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 12ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, കളക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഈ ഹൊവാർഡ് ഗാർഡനർ പറയുന്നത് 12 വയസ്സ് മുതൽ കുട്ടിക്ക് അതിൻ്റെ അഭിരുചികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പം ഫിൻലൻഡ് വിദ്യാഭ്യാസം വളരെ പോപ്പുലറാണ് ലോകത്ത്. അവിടെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം? അവിടെ ഒരു കുട്ടിയും ഹോംവർക്ക് ചെയ്യാനായിട്ട് ബുക്ക് വീട്ടിൽ കൊണ്ടുപോകില്ല. പിന്നെ സ്കൂള് തന്നെയാണ് ഒരു കുട്ടിയുടെ ഭാവി ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനത്തെ കരിക്കുലമാണ്. നമുക്കവിടെ അങ്ങ് എത്താൻ കഴിയില്ല. ഏഷ്യൻ കൺട്രീസിലും ഒക്കെ തന്നെ അത്രയും പെട്ടെന്ന് എത്താൻ കഴിയത്തില്ല. എങ്കിൽ പോലും 8, 9, 10 ഇനി അത് കഴിയുമ്പോൾ നമുക്ക് സ്ട്രീമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതങ്ങനെയല്ല. നമ്മുടെ പല കുട്ടികളും ബയോളജി, അതായത് ഈ സയൻസ് ഗ്രൂപ്പ് എടുത്തില്ലെങ്കിൽ എന്തും മണ്ടന്മാരാണെന്നുള്ള ഒരു ധാരണ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ധാരണയുണ്ട്. കാരണം ഇവിടെ തിരുവനന്തപുരത്തിരുന്നുകൊണ്ടാണല്ലോ നമ്മളിത് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തെ പല പേരുകേട്ട സ്കൂളിലും സ്വകാര്യ സ്കൂളിലും ഹ്യൂമാനിറ്റീസിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവാണ്, കൊമേഴ്സിനും കുറവാണ് മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം പാരൻസിന് ഇവർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പിന്നെ മാത്സും കൂടെ പഠിപ്പിക്കും. കാരണം ഒന്നുകിൽ ഐദർ എൻജിനീയറിങ്
ഓർ മെഡിസിൻ. അപ്പോൾ ഈ ഇതിൽ കിടന്ന് കളിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ട് ഓഫ് ദി ബോക്സ് പോകാനുള്ള അവസരങ്ങളെക്കുറിച്ച് അവയർനെസ് കൊടുത്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. കാരണം അതൊരു കുറ്റമല്ല, ഒരു പാരൻസ് ആഗ്രഹിക്കുന്നതൊരു കുറ്റമല്ല. കുട്ടിയുടെ അഭിരുചി തിരിച്ചറിയണം എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു അവയർനെസ് കുറവ് കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പോഴും പേരൻസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഇത്രയധികം കോഴ്സുകൾ അല്ലെങ്കിൽ ഇത്രയധികം ജോബിന് സ്കോപ്പുള്ള കോഴ്സുകൾ ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സയൻസിനെ കുറിച്ച് പറഞ്ഞു, ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്? അതിന് ഉപരിപഠനം അതിനും തീർച്ചയായിട്ടും സ്കോപ്പുകളുണ്ട്. കാരണം നമുക്കിപ്പോൾ ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഹ്യൂമാനിറ്റീസിന് സോർബോൺ യൂണിവേഴ്സിറ്റി നമ്മൾ സാധാരണ കേട്ട് കാണും, ഫ്രാൻസിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം ദുബായിൽ UAE ക്യാമ്പസ് പോലും തുടങ്ങി അവർ ഈ അടുത്ത കാലത്ത്. സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ കോഴ്സുള്ള ഹ്യൂമാനിറ്റീസിനാണ്. അപ്പം നമ്മൾ എവിടെ എടുത്താലും സ്റ്റാൻഫോർഡ് ആവട്ടെ, ഹാർവാർഡ് ആവട്ടെ, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, പ്രധാനമായിട്ട് ഓക്സ്ഫോർഡ് ആവട്ടെ, കേംബ്രിഡ്ജ് ആവട്ടെ, എവിടെ എടുത്താലും ഹ്യൂമാനിറ്റീസിന് പ്രാധാന്യമുണ്ട്. പക്ഷേ അത് പഠിക്കുന്ന രീതി, അവിടെ എത്താനായിട്ടുള്ള ഒരു പ്ലാനിങ്, ഇതെല്ലാം നമുക്ക് ഇല്ലെങ്കിൽ ചിലപ്പം പണിപാളും. അത് സയൻസിനും പണിപാളും. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ പിന്നെ സാധാരണ 23 വയസ്സിന് മുമ്പ് പിന്നെ PhD എടുത്തവരുണ്ട്. ശശി തരൂർ MBA പോലുള്ളവരൊക്കെ 23 വയസ്സിന് മുമ്പ് PhD എടുത്തവരാണ്. അപ്പം ഹ്യൂമാനിറ്റീസ് കൊണ്ട് ഒരുപാട്, ജവഹർലാൽ നെഹ്റു ഹ്യൂമാനിറ്റീസാണ് ചെന്ന് പഠിച്ചിരുന്നത്, ഗാന്ധിജി ലായാണ് പഠിച്ചിരുന്നത്, അപ്പോൾ ഒരുപാട് അംബേദ്കർ പഠിച്ചിരുന്നത് ഹ്യൂമാനിറ്റീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്ത് ലോകത്ത് ഒരു ലാൻഡ്മാർക്ക് തന്നെ അവരെ ജീവിതത്തിലുണ്ടാക്കി, സമൂഹത്തിലും ഇതുപോലെ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഹ്യൂമാനിറ്റീസിന് സാധ്യതയുണ്ട്. ഞാൻ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യാണ്, നമുക്ക് വേറൊരു കോള് കണക്ട് ആയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഈ കുട്ടികളുടെ ഈ കരിയറിനെ പറ്റിയുള്ള വലിയ ആശങ്കകളും ഒക്കെ നിലനിൽക്കുമ്പോഴേക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം കുട്ടികളും വിദേശത്തേക്ക് പഠനം പറിച്ചു കിടക്കപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വിദേശത്ത് ഈ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ചെറിയ ജോലി, ചെറിയ വരുമാന മാർഗവും ഈ വിദ്യാഭ്യാസത്തിന്റെ ഫീസ് അടയ്ക്കാനുള്ള മാർഗവും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ആ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ കൂടുതൽ കുട്ടികൾ വിദേശത്തേക്ക് ചേക്കേറുകയും ഇവിടെ നമ്മുടെ അവരുടെ സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ നമ്മുടെ രാജ്യത്തിനോ നാടിനോ കിട്ടാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസരമാണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കേരളത്തിലെ ഈ ജോലി സാധ്യതകൾ കുറവുണ്ടെന്നുള്ള ഒരു ആശങ്ക ഈ കുട്ടികൾക്കുള്ളത് കൊണ്ടല്ലേ? അത് പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. പക്ഷേ പറഞ്ഞതിൽ ഒരു ഫാക്ട് ചെക്കിങ് ഞാൻ നടത്താറുണ്ട്. ഇതിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ കേരളം അല്ല ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളെ വിദേശത്തോട്ട് വിടുന്നതിൽ. നോർത്ത് ഇന്ത്യൻ 1-2 സംസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടേ കേരളമുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾ ധാരാളം പേര് യൂറോപ്പിലോട്ട് പോകുന്നുണ്ട്. ആദ്യം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആയിരുന്നു, ഇപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദേശ ഭാഷ പഠിച്ച് അവർ ജർമ്മനിയിലും അതുപോലെ തന്നെ മറ്റ് സ്പെയിനിലും പോർച്ചുഗലിലും ഒക്കെ പോകുന്നുണ്ട് നമ്മളെ കുട്ടികൾ. അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ കുറേ വിദേശ രാജ്യങ്ങളുണ്ട് നമുക്ക്, ലാത്വിയ, ലിത്വാനിയ, പിന്നെ ചെക്ക് റിപ്പബ്ലിക്, ഇവിടെ എല്ലാം ഉപരിപഠനത്തിന് പോകുന്നുണ്ട്. കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേ ബാക്ക് വിസ കിട്ടും, ജോലി ചെയ്യാം, പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഇതെല്ലാം അവരവരുടെ സൗകര്യങ്ങളാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർപ്പിക്കണം, വളരെ നമ്മളെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ശതമാനം കുട്ടികളൊന്നും വിദേശത്തോട്ട് പോകുന്നില്ല. പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും വൻ തുകയാണ് പലപ്പോഴും ഇതിന് വേണ്ടി വരുന്നത്. ആ ചിലവ് വഹിക്കാൻ കഴിയുന്നവർ പോകുന്നത് നമുക്ക് ആർക്കും അത് പെട്ടെന്ന് തടയാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ ജീവിതം പലർക്കും സമ്പാദിക്കാൻ വേണ്ടിയല്ല, ലൈഫ് സ്റ്റൈല് വ്യത്യാസമുണ്ട്. ഈ ലൈഫ് സ്റ്റൈല് ഒരു ഘടകമാണ് അവർക്ക്. പിന്നെ പാർട്ട് ടൈം ജോബ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും കൂടെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ പല യൂറോപ്യൻ രാജ്യത്തുണ്ട്, പാർട്ട് ടൈം ജോബ് അത്ര സേഫ് അല്ലെന്നുള്ളത് ചില രാജ്യങ്ങൾ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാരൻസും കുട്ടികളും വളരെ ക്യൂറിയസാണ് ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്നീട് ജോലി സാധ്യതയുള്ള ഡെസ്റ്റിനേഷൻസ് എന്ന് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പോകും, നമുക്ക് അതിനെ നിയമപരമായിട്ട് തടയാൻ നമുക്ക് സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജോലിയുള്ള സ്ഥലത്ത്, ഇവിടെയാണെങ്കിൽ ജോലിയുള്ള സ്ഥലം എല്ലാവരും ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതൽക്കേ ആൾക്കാർ പോകുമായിരുന്നു. അവർ കുറേ പേര് അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്, ഇവിടെ പഠിച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അത് ഒരു പ്രോസസ്സാണ്, നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തായാലും നല്ലൊരു വിഷയമാണത്, തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതാണ്.
നന്ദി, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് ആണ്. അത് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ചോദ്യം വാട്സാപ്പിൽ വന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ഈ കോമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും കോഴ്സുകളും അതിൻ്റെ ഒരു സ്കോപ്പും. കൊമേഴ്സ് നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഈ ഒരു പതിറ്റാണ്ട് മുമ്പോ അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിഷയത്തിൽ ജോലി കണ്ടെത്തുന്ന സബ്ജക്റ്റിൽ മുൻപന്തിയിൽ ഈ ബിടെക്കൊക്കെ ഇത് വ്യാപകമാകുന്നതിന് മുമ്പേ ബികോം ആയിരുന്നു. അപ്പോൾ കൊമേഴ്സ് ഇപ്പോഴും നമ്മുടെ ഏത് രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട വരുമാനത്തിനെ നിർണ്ണയിക്കുന്ന ഘടകമാണ് വ്യാപാരവും വ്യവസായവും. അതിൽ ഒരുപാട് പേര് അക്കൗണ്ടൻ്റായിട്ടും ടാക്സ് ആയിട്ടും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ഒരുപാട് പ്രാക്ടീസായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് പിന്നെ സംഘടിത മേഖലയിലും അതുപോലെ ഒത്തിരി അസംഘടിത മേഖലയിലും പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ജോലികളുണ്ട്. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് വ്യാപകമായ ബികോം എന്നുള്ള കോഴ്സിന് ശേഷം വന്ന ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ അത് 4 വർഷത്തെ കോഴ്സാണ് കൂടുതലും കൊടുക്കുന്നത്. 3 വർഷത്തെ കോഴ്സ് നിലവിലുണ്ട്. ഇതിൽ ബിസിനസ് മാനേജ്മെൻറ്റ് MBAയിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. MBAയിൽ പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, പിന്നെ ജനറൽ മാനേജ്മെൻറ്റിൽ തന്നെ HR, മാർക്കറ്റിംഗ്, സെയിൽസ്, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെ മാനേജ്മെൻറ്റിൽ പോകാൻ ഏറ്റവും അനുയോജ്യമായ ഏത് ഗ്രാജുവേറ്റ്സിനും പോകാം, ഏത് സ്ട്രീംകാർക്കും പോകാം. എങ്കിലും അവർക്ക് ഏറ്റവും അനുകൂലമാകുന്ന ഒരു സബ്ജക്റ്റ്, ഒരു സ്ട്രീം കൊമേഴ്സ് സ്ട്രീം തന്നെയാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് ACC എന്നുള്ള ഒരു ഇതിന് പിന്നെ ഒരു ഇൻ്റർനാഷണൽ കോഴ്സിന് പോകാം. ACCയെ പ്രാക്ടീസ് ചെയ്താലേ ജോലി കിട്ടും. അതുപോലെ തന്നെ CMAക്ക് പോകാം, CAക്ക് പോകാം, കമ്പനി സെക്രട്ടറിക്ക് പോകാം. ഇങ്ങനെ ഒരുപാട് രംഗം കൂടി അവർക്കുണ്ട്. ഇനി ഒരു ടാക്സ് പ്രാക്ടീഷണറാകാം, അക്കൗണ്ടൻ്റ് ആകാം, ബിസിനസ് അക്കൗണ്ടൻ്റ് ആകാം. എന്തായാലും കൊമേഴ്സ് നല്ല ഒരു രംഗം തന്നെയാണ്. താല്പര്യം വേണം, അതാണ് ആ ഒരു ഫീൽഡിൽ. തീർച്ചയായിട്ടും എല്ലാത്തിലും പാഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കൊമേഴ്സിനും കുറച്ച് അതിന് വേണ്ടിയുള്ള ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പാഷനും വേണം. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഒരാൾ ചോദിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹം ഇപ്പം കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അത് പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ഏജ്, പിന്നെ അവരുടെ ആഗ്രഹം, അവർക്ക് എവിടെ ജോലി ചെയ്യാൻ, ഏത് ഡെസ്റ്റിനേഷനാണ് അവർക്ക് ആഗ്രഹം, ഏത് തരം ജോലിയാണ് അവർക്ക് ആഗ്രഹം, ടെക്നിക്കലാണ്, നോൺ ടെക്നിക്കലാണ്, HR റിലേറ്റഡ് ആണ്, പിന്നീട് അങ്ങനെയൊക്കെ ഒരുപാട് സംഗതി അറിയാതെ നമുക്കൊരാളുടെ കരിയർ ചേഞ്ചിലേക്ക് നമുക്ക് അവരെ ഗൈഡൻസ് കൊടുക്കാൻ പ്രയാസമാണ്. കരിയർ ഡെവലപ്മെന്റിൽ തന്നെ ഇപ്പം സ്വന്തമായിട്ടൊരു അപ്ഡേഷൻ അല്ലെ, സ്കിൽസിന്റെ ഒരു ലെവൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം ആർക്ക് വേണമെങ്കിലും, ഇപ്പം മിക്കവാറും പല ക്യാമ്പസിലും വിദ്യാർത്ഥികൾ ഒരു 4 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഇപ്പം 3 വർഷത്തെ ഡിഗ്രിയോ ഉണ്ട്. അത് ഇറങ്ങുമ്പോഴേ തന്നെ അവർ ഉഡിമയിലോ കോഴ്സറ വഴിയോ ഒക്കെ ധാരാളം കോഴ്സസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ റെസ്യൂമെ റിച്ച് ആക്കാനും റെസ്യൂമെ സ്ട്രോങ് ആക്കാനും കോഴ്സറയുടെ ഒരു കോഴ്സ് കൂടി വെച്ചാൽ മതി. അത് ലോകം മൊത്തം അംഗീകരിച്ചതാണ്. അപ്പം നമ്മളൊരു വെറും BCom അല്ല, വെറും BSc അല്ല, വെറും BTech അല്ല, വെറും BCA അല്ല, വെറും BA അല്ല, ഒപ്പം ചില പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കോഴ്സുകളുണ്ട്. ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, പിന്നീട് സോഷ്യോളജിക്കലായിട്ടുള്ള കോഴ്സുകൾ, പിന്നെ നമ്മൾ പറയാത്തൊരു മേഖലയാണ് സൈക്കോളജി, MSW. ഇതിലൊക്കെ ഈ MSW ഒക്കെ പഠിച്ച് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ 1 വർഷം നിന്ന് അവിടെ അതിനൊരു യോഗ്യതാ ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അവിടെ സോഷ്യോളജി സെക്ടറിൽ, MSW വെൽഫെയർ സെക്ടറിൽ, ഹ്യൂമൻ വെൽഫെയർ സെക്ടറിൽ ജോലി ചെയ്യാം. പല പേരിലായിരിക്കും അത് അറിയപ്പെടുന്നത്. രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ. അമേരിക്കയിൽ ഉള്ളതുപോലെ ചാൻസ് വേറെ എങ്ങുമില്ല. എന്തായാലും നമ്മളെ മലയാളികൾ ഒരുപാട് പേര് ഇവിടുത്തെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പല MSWക്കാരും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. എനിക്കൊന്നൊരു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇതിന് വളരെയധികം തീർച്ചയായിട്ടും അത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ വർക്കിന് നമ്മുടെ രാജ്യത്തും മോശമല്ല. കാരണം ഒരുപാട് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ സർക്കാരിൽ കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അത് നോൺ ഗവൺമെൻറ് ഏജൻസികൾ ഏറ്റെടുക്കും. ചിലതൊക്കെ ഫണ്ടഡ് ആയിരിക്കും, ചിലപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം
ഇതിലെ പ്രോജക്റ്റ് മാനേജറാകുക, പ്രോജക്റ്റ് ഓഫീസറാവുക, ഇതിൻ്റെ ഓപ്പറേഷൻ മാനേജറാവുക, അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് HR മാനേജറാവുക, ഇതെല്ലാം തന്നെ ചെയ്യുന്നത് മികച്ച MSWയിൽ താല്പര്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഉറപ്പായിട്ടും ഈ ഒരു ഗ്ലോബൽ കരിയറാണ് MSW എന്നുള്ളത്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനമാണ്. അവിടെ കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ് പ്രധാനമാണ്. അവിടെ കിട്ടുന്ന സെമിനാർ, ഇൻ്റർനാഷണൽ സെമിനാർ, നാഷണൽ സെമിനാർ, അവർ ഇൻവോൾവ് ചെയ്യുന്ന ലൈബ്രറി, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പ്രധാനമാണ്. അവിടെയാണ് ക്യാമ്പസ് നമ്മൾ പ്രധാനമാണ്. ഒരു കുട്ടിക്ക് ചേരാൻ ക്യാമ്പസ് പ്രധാനമാണെന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു കോള് കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ സുനിലാണ്, മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. സുനിൽ, ചോദിച്ചോളൂ സാറിനോട്. ചോദിച്ചോളൂ സാർ. ഇപ്പൊ നമ്മുടെ ഈ മെന്ററിങ്ങിനൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു സമയമാണല്ലോ ഇപ്പൊ. അതെ, നമ്മുടെ ഈ കരിയർ ബിൽഡിങ്ങിൽ ഈ മെന്ററിങ്ങിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി എന്ത് നമുക്ക് അത്യാവശ്യമാണോ, അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ചോദിച്ചത് നന്നായി. കാരണം മെൻറ്ററിങ് പലരും അത്ര ഉപയോഗിക്കാത്ത ടെർമിനോളജിയാണ്. കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു അനുബന്ധ ഭാഗം തന്നെയാണ്, പിന്നീട് ഒരു ഫോളോ അപ്പ് തന്നെയാണ് ഒരു കുട്ടിയെ മെൻറ്റർ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങളടുത്തൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുമായിട്ട് നിരന്തരം ബന്ധം സ്ഥാപിക്കാനായിട്ടും കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. പല അമ്മമാരും അച്ഛന്മാരും പാരൻറ്റും അത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 10ാം ക്ലാസ് ആവുന്ന ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ +2-ന് ചേരുമ്പോൾ നമ്മൾ അറിയിക്കും. +2 കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇഷ്ടം പ്ലാൻ B എന്താണെന്ന് പറഞ്ഞു കൊടുക്കും, പ്ലാൻ C എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ അവരെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മാത്രമല്ല, ഈ നമുക്ക് ധാരാളം വെക്കേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പല പേരിൽ, പല ബ്രാൻഡിൽ ഈ കൗമാര കൂട്ടായ്മകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ അറിയാവുന്ന, ഞങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ മെൻറ്ററിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടികളെ പബ്ലിക് പിന്നെ സ്പീക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിസം പഠിപ്പിക്കുക. ഇതെല്ലാമാണ് ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയൊക്കെ നല്ല ഹ്യൂമൻ ബീയിങ്സ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളിൽ പലപ്പോഴും അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ വെക്കേഷന് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കേരളത്തിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ മെൻറ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഈ കോഴ്സുണ്ട്, അവിടെ ഇത് എലക്റ്റീവ് ഉണ്ട്, നല്ലതായിരിക്കും, ഇന്ന രാജ്യങ്ങളിൽ ഇതിന് സ്കോപ്പുണ്ട്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. മെൻറ്ററിങ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പോൾ ഈ മെൻറ്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്നത്തെ കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സ്പേസ് ആണത്. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം? സ്ട്രെസ് മാനേജ്മെൻറ്റ് പലതരത്തിലുള്ള സ്ട്രെസ്സ് ഇപ്പം പിള്ളേർക്ക് വരുന്നുണ്ട്. ഇപ്പം ഒന്നത് പാരൻസ് ഉണ്ടാക്കുന്ന ഈ സബ്ജക്റ്റ് ട്യൂഷൻ സ്ട്രെസ്സുണ്ട്. നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിനും ട്യൂഷനാണ്. ആൻഡ് എൻട്രൻസ് സ്ട്രെസ് എന്ന് മാത്രമല്ല, എൻട്രൻസ് ത്രെറ്റാണ് പല പിള്ളേർക്കും. ഈ ത്രെറ്റ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സ് അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പം എല്ലാവരും എൻട്രൻസിന് പോകണ്ട. കാരണം എൻട്രൻസിന് പറ്റുന്നവർ പോയാൽ മതി. പക്ഷേ ആര് ഇത് പറഞ്ഞു കൊടുക്കും, ആര് ഇത് അസസ് ചെയ്യും? അതാണ്. അപ്പം സ്ട്രെസ്സിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. പിള്ളേർ നമുക്ക് ബാല്യത്തിൽ പിന്നെ കുട്ടികൾ കളിക്കുക, കൗമാരത്തിൽ കൗമാരക്കാരെയോ കൗമാരക്കാരനോ ആവുക, യൗവനം ആഘോഷിക്കുക. ഇങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല. നമുക്ക് 20 വയസ്സ് വരെ ഇവർ വളരെ സ്ട്രെസ്ഫുള്ളാക്കുന്ന ഒരു കരിക്കുലത്തിന് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ എൻവയോൺമെൻറ്റാണ് അവരെ ഒരു മത്സരം വേണം, ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി. പക്ഷേ ഇതൊക്കെ ഈസി ആയിട്ട് ലൈഫ് വളരെ സിമ്പിളാണെന്നും നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ലോകത്തുണ്ടെന്നും മാർക്ക് കുറഞ്ഞാലും മിടുക്കനാകാൻ കഴിയുമെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ മെസ്സേജ് പാരൻറ്റിൽ കൂടി, രക്ഷകർത്താക്കളിൽ കൂടി, ട്രെയിനേഴ്സിൽ കൂടി ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല IQ മാത്രമല്ല ഒരു കുട്ടി, IQ കൊണ്ട് മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇമോഷണൽ കോഷ്യൻറ്റ്, അഡ്വേഴ്സിറ്റി കോഷ്യൻറ്റ്, ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കഴിവ്, അതായത് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഇതെല്ലാം നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയെ മെൻറ്റർ ചെയ്യുമ്പം, ഒരു കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കുമ്പം നമ്മളതിൻ്റെ ടിപ്സ് കൊടുക്കും. മാത്രമല്ല ഇപ്പോഴും വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത ഈ കോഴ്സറ വഴിയൊക്കെ ധാരാളം കോഴ്സുകൾ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ആങ്സൈറ്റി മാനേജ്മെൻറ്റിന് പോലും ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്.
അതൊന്ന് ആ യൂട്യൂബിൽ കേട്ടാൽ മതി, നമുക്ക് ഒരു പ്രത്യേക ഒരു എനർജി തന്നെ കിട്ടും. ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. സാർ ഇപ്പോൾ ഇത് പറയുമ്പോഴും ഞാനൊരു പേരൻ്റാണ്, ഞാനും ഈ എൻട്രൻസ് ത്രെറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു പേരൻ്റാണ്. അപ്പോൾ പേരൻസിനെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റുവട്ടം ഈ പറഞ്ഞതുപോലെ ആ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സമൂഹം ഇത്ര കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുമ്പോൾ അത് എങ്ങനെ പേരൻസ് അതിനെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ്. അത് പാരൻസിന് ഗൈഡൻസ് കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും കൊടുത്താലേ പറ്റുള്ളൂ. കാരണം അതൊരു കുറ്റമല്ല. പാരൻസിനെ കൂളാക്കേണ്ടത് ഈ നമ്മളെ അധ്യാപകരുടെ ഒരു ഭാഗത്തുനിന്ന് വരേണ്ടതാണ്, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. പലപ്പോഴും പാരൻറ്റ് മീറ്റിങ്ങിൽ കുട്ടികളെ മെടുക്കും മാർക്കും പറഞ്ഞ് അത് കുറച്ചും കൂടെ സ്ട്രെസ്ഫുള്ളാക്കിയാണ് സാധാരണ പാരൻറ്റ് പിന്നെ നമ്മളെ പാരൻറ്റ് മീറ്റിങ്ങിൽ നടക്കുന്ന. അങ്ങനെയല്ല, നമ്മളെ കൂളാക്കുന്ന ഇവരെ ശാന്തരാക്കാം, കുട്ടികളെ എങ്ങനെ കുട്ടികളാക്കി തന്നെ നമുക്ക് വളർത്താൻ കഴിയും. എങ്കിലേ നല്ല യുവാക്കളെ കിട്ടുള്ളൂ, നല്ല പൗരന്മാരെ കിട്ടുള്ളൂ ഒരു സമൂഹത്തിൽ. അങ്ങനെ സന്തോഷകരമായ ഒരു സമൂഹത്തിനെ ഉണ്ടാക്കാനായിട്ട് നമ്മളാൽ ചെയ്യുന്നത് നമുക്ക് തുടങ്ങണം. ആർക്കും സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം. അങ്ങനെ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നമ്മളെ കരിയർ ഗൈഡൻസിൽ കൂടി, സ്ട്രെസ് മാനേജ്മെൻറ്റിൽ കൂടി, ആങ്സൈറ്റി പിന്നെ മാനേജ് ചെയ്യുന്ന കൂടി ആങ്സൈറ്റി ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് പുതിയ തുടക്കം. ഒരു മാർക്ക് കുറഞ്ഞ കുട്ടിയും അവന് ഏതെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് കാണും, അല്ലെങ്കിൽ അവൾക്ക് ഏതെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് കാണും, അതിലോട്ട് വിട്ടാൽ മതി. ഇപ്പോൾ ഒരു സോഷ്യോളജി പഠിച്ചാൽ പോലും ഹിസ്റ്ററി പഠിച്ചാൽ ആർക്കിയോളജി പഠിച്ച് MA പോയി കഴിഞ്ഞാൽ ആർക്കിയോളജിയിൽ സ്കോപ്പുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർക്കിയോളജി പഠിക്കാൻ അതിനൊരു പാഷൻ മാത്രം മതി. മ്യൂസിയോളജി പഠിക്കാം. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട്. ഇപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇന്ത്യയിൽ 1936 തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ എത്ര തരം MA കോഴ്സ്, എല്ലാ MA കോഴ്സുകളാണ്. MA കോഴ്സുകളുണ്ട്. MA എൻ്റർപ്രണർഷിപ്പ്, റൂറൽ മാനേജ്മെൻറ്റ്, MA മീഡിയ ആൻഡ് കൾച്ചർ, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. നമുക്ക് ഒരു കുട്ടി 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴും ടിസ്സിനെ കുറിച്ച് കേൾക്കുന്നില്ല, എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് അറിയുന്നില്ല, എന്താണ് ഹ്യൂമാനിറ്റീസ് എന്നറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് ജോലിയുണ്ട്. UPSCയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, PSCയിൽ ഒരുപാട് നിയമനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആൾ വേണമല്ലോ, മിടുക്കിമാരും വേണമല്ലോ. തീർച്ചയായിട്ടും അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എനിക്കൊന്ന് ഈ സിസ്റ്റത്തിന് തന്നെ ഒരു മാറ്റം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ സാർ ഈ പറയുന്നത് ഒരു പക്ഷേ ഈ പേരൻറ്റിനും കുട്ടിക്കും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല സ്കൂളുകളിലും സർക്കാരിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷമായിട്ട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. കരിയർ ഗൈഡൻസിൽ താല്പര്യമുള്ള അധ്യാപികമാരും അധ്യാപകരും അതിൽ താല്പര്യമെടുത്ത് അവർക്ക് വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതി ഈ NGOകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക, ഒരു അളവോളം ചെയ്യാമെന്നാണ് ഞാൻ സമൂഹത്തിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ എനിക്കൊന്ന് പലരും തൊടാതെ പോകുന്ന ഒരു ഫീൽഡാണത്. ഈ അഗ്രികൾച്ചർ മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കോപ്പ് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും അതിൽ? അഗ്രികൾച്ചർ പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം ഇന്ത്യ, നമ്മൾ എത്ര IT സോഫ്റ്റ്വെയർ കയറ്റുമതി പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ ഒരു അഗ്രികൾച്ചറൽ കൺട്രി ആണെന്നാണല്ലോ നമ്മൾ സാധാരണ എക്കണോമിക്സുകളൊക്കെ തുടങ്ങുമ്പോഴേ പഠിക്കുന്നത്. അത് മാറ്റമില്ല. ഇന്ത്യ അഗ്രികൾച്ചർ ഉണ്ടെങ്കിലേ നമുക്ക് ജീവന് തന്നെ നിലനിൽപ്പുള്ളൂ. BSc അഗ്രികൾച്ചർ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം അതിൻ്റെ രൂപം മാറി, എൻട്രൻസിൻ്റെ രൂപം മാറി. ഇപ്പോൾ CUET UGയിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് പിന്നെ നീറ്റും കൂടെ വേണം നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ചില പ്രത്യേക പിന്നെ എലിജിബിലിറ്റി ഉണ്ടത്. എങ്കിലും CUET UG വഴിയാണ്. അഗ്രികൾച്ചറിന് എൻ്റെ പ്രത്യേകത വളരെ രസകരമാണ്. കാരണം അഗ്രികൾച്ചറിൽ തന്നെ അഗ്രികൾച്ചറിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc അഗ്രികൾച്ചറിന് 20-ലധികം പോസ്റ്റ് ഗ്രാജുവേഷൻ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹോർട്ടിക്കൾച്ചറുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് എൻറ്റമോളജി ഉണ്ട്, പിന്നെ സോയിൽ സയൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അഗ്രികൾച്ചറിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിലെല്ലാം തന്നെ സാധ്യതയുണ്ട്. നമ്മളെ വെള്ളാനിക്കരയും മണ്ണുത്തിയും പോലുള്ള കോളേജുകളിൽ മാത്രമല്ല, അമ്പലവയലിൽ കോളേജുണ്ട്, കാസർഗോഡുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ അഗ്രികൾച്ചറിൽ പലപ്പോഴും. പിന്നെ ഈ അടുത്ത കാലത്ത് വ്യാപകമായിട്ടുള്ള ഒരു വിങ് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റാണ്. മിക്കവാറും അഗ്രികൾച്ചർ കഴിഞ്ഞവരാണ് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിന് പോകുന്നത്. അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിന് വൻ സാധ്യതയാണ്. നമ്മുടെ കേരളത്തിലും അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും പ്ലേസ്മെൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഹൈദരാബാദിലൊക്കെ പിന്നെ മാനേജ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുണ്ട് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്. വ്യാപകമായിട്ട് അഗ്രികൾച്ചർ കോളേജിലും ICIR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിലാണ് അംഗീകരിച്ച ICIR അംഗീകരിച്ച ഏതൊക്കെ സ്ഥലത്താണ്
അഗ്രികൾച്ചർ കോഴ്സ് ഉള്ളതെന്നും MSc അഗ്രികൾച്ചർ കോഴ്സ് ഉള്ളതെന്നും സ്പെഷ്യാലിറ്റിയിലുള്ളതെന്നും മനസ്സിലാക്കാം. ICARൻ്റെ സൈറ്റിൽ പോയാൽ മതി. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു ചോദ്യം അനിൽ എന്ന് പറഞ്ഞ ആളാണ് അയച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വിദേശ പഠനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്കും താല്പര്യമുള്ള ഒരു കാര്യമാണെന്ന്. അപ്പോൾ അത് ചോദിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ ആണ് ഈ ഒരു വിദേശ പഠനത്തിനായി പോകാൻ, ഗ്രാജുവേഷന് പോകാനുള്ള നല്ല നല്ല കൺട്രീസ് എന്ന് പറയുന്നത്? അതെ, നമുക്ക് നല്ല കൺട്രീസ് എന്ന് പറയുന്നത് തന്നെ അതിലൊരു നമുക്ക് നല്ല കൺട്രീസ് എന്ന് നമുക്ക് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അതായത് പഠിക്കാനും ആ കോഴ്സ് ചെയ്താൽ ഒരു സൗകര്യങ്ങളും ജോലി കിട്ടാനുള്ള അതിനൊരു ഉത്തരം എനിക്കുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ 100 വരുന്ന ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഉള്ള രാജ്യം USA ആണ്. 2ാം സ്ഥാനം USA ആണ്. അത് കഴിഞ്ഞാൽ UK ആണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കണം. പിന്നെ ഞങ്ങളൊക്കെ കുട്ടികളോട് പറയുന്നത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും സാധാരണ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, കോമൺവെൽത്ത് രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളാണ് പോകുന്നത്. ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. ന്യൂസിലാൻഡിൽ പോകുന്നുണ്ട്. ന്യൂസിലാൻഡിൽ ജനസംഖ്യ തന്നെ കുറവാണ്, 53 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ഈ അവിടെയുള്ള ആ ജോബ് സ്കോപ്പ്, സ്റ്റേ ബാക്ക് വിസ, അവിടെയുള്ള മറ്റ് കരിയർ പൊട്ടൻഷ്യൽ നോക്കി വേണം പോകാൻ. പിന്നെ ഫൈനാൻസ് ഒരു മാറ്ററാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വേണം പോകാൻ. ചിലപ്പം പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനും ഫോളോയിങ് ആയിട്ട് റിസർച്ചിനും സ്കോളർഷിപ്പ് മിടുക്കന്മാർക്കും മെഡിക്കൽക്കും ലഭിക്കുന്നുണ്ട് വിവിധ സർവകലാശാലകളിൽ. അതിനൊക്കെ ഒരു കോട്ടയുണ്ട്. ആ കോട്ട അനുസരിച്ചാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് യൂണിവേഴ്സിറ്റി പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മളെ പാരൻസും മനസ്സിലാക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പം അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നോക്കിയാൽ മതി ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി മനസ്സിലാകാൻ. എത്ര കുട്ടികൾ ഇൻ്റർനാഷണൽ അത് നമുക്ക് കിട്ടുമെന്ന്. ചില സ്ഥലത്തുനിന്ന് ഇന്ത്യൻ കുട്ടികളെ മാത്രം കണക്ക് കിട്ടും. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു ഒരു എലിമെൻ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല ക്യാമ്പസ് കണ്ടുപിടിക്കാനുള്ള എലിമെൻ്റാണ്. പിന്നെ സ്റ്റേ ബാക്കും മറ്റും എല്ലാം തന്നെ നമുക്ക് ചില ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ IELTS വേണം. ഡിഗ്രി പഠനത്തിനാണെങ്കിൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ അമേരിക്കയിലും UK യിലൊക്കെ വേണം. പക്ഷേ ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാവും നല്ലത്. ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് പറയണം. നമുക്ക് ജർമ്മനി, ഓസ്ട്രിയ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള പോളണ്ട് തുടങ്ങിയ ചില രാജ്യങ്ങളിലൊക്കെ ഫീസ് താരതമ്യേന കുറച്ച് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട്. പക്ഷേ ആ ലാംഗ്വേജ് നമ്മൾ അതിൻ്റെ B2 ലെവലോ അവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ കടന്നിരിക്കണം. അത് ഡിഗ്രി ആകുമ്പോഴേ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ഒരുപാട് സൗകര്യമുണ്ട്. ഇപ്പം പല കുട്ടികളും കൊറിയൻ വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് ഇപ്പോഴത്തെ രസം. ജാപ്പനീസും പഠിക്കുന്നുണ്ട് നമ്മളെ മലയാളി കുട്ടികൾ. സർ, ഈ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ, മെഡിസിൻ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ഇവരിൽ പലരും അവിടുത്തെ ഒരു പഠനം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ടെസ്റ്റ് പാസ്സാവാനായി ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വന്ന് വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇത്ര ലക്ഷങ്ങൾ ചിലവാക്കി മെഡിസിൻ പഠിച്ചിട്ട് തിരിച്ചു വന്ന് വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എന്താണ് ഇതിന്? അവരവർ വിചാരിച്ചാലേ പറ്റുള്ളൂ. വിദേശത്ത് പോകുമ്പോൾ ഏജൻസികൾ പറയുന്നത് കേട്ടുകൊണ്ട് പോകരുത്. ഇത് നമ്മൾ ഏത് സ്ഥലത്ത് ഇപ്പോൾ ജോർജിയയിൽ പോകുന്നു, ഇന്ത്യൻ എംബസി ജോർജിയ സൈറ്റിൽ പോകണം. അവിടെ നോക്കുമ്പം കൃത്യമായിട്ട് അവർ വിവരം കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. മിക്കവാറും പല വിവരങ്ങളും നമുക്ക് എംബസിയിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് അന്വേഷിക്കാനായിട്ട് ഫാക്ട് ചെക്കിങ് നടത്താതെ ഏജൻസി പറയുന്നത് കേട്ടുപോയാൽ പലപ്പോഴും ചിലപ്പം കുഴഞ്ഞു പോവും. കാരണം ചില സ്ഥലത്ത് 6 വർഷം എന്ന് പറയുന്നത് 7ഉം 8ഉം വർഷം എടുക്കും. അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതണം. നെക്സ്റ്റ് ആയില്ല CGFN ഇതാണ്. അപ്പം അത് പിന്നെ അത് കുട്ടികൾ വളരെ കുറച്ച് ശതമാനം ജയിക്കുന്നു. ഏതോ ഒരു സമയത്താണ് 25% ജയിച്ച, ബാക്കി പിള്ളേർ എഴുതി തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വീണ്ടും എഴുതും, പിന്നീട് മടുക്കും. അപ്പം 10 വർഷമാവും. കൂടെ ഉള്ള കുട്ടികളൊക്കെ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ച് ഒരു നല്ല ശമ്പളത്തിൽ പോകുന്നതാകുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്ത സ്ട്രെസ്സ് കുട്ടിയിലുണ്ടാക്കും. മാത്രമല്ല ഒരു തുക പറയുന്ന തുകയൊന്നുമല്ല, അതിൽ കൂടുതലാവും. പലപ്പോഴും റഷ്യൻ റിപ്പബ്ലിക്കുകളിൽ തന്നെ അവിടുത്തെ ഭാഷ പഠിക്കാതെ നമുക്ക് അവിടുത്തെ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം പലപ്പോഴും പല രാജ്യങ്ങളിലേക്ക് പോകും ഒരളവോളം കുറഞ്ഞിട്ടുണ്ടെന്നാണ്, ഈ അവയർനെസ് കിട്ടിയതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഓക്കെ. അപ്പം യുദ്ധം തുടങ്ങിയപ്പോൾ യുക്രൈനിലോട്ട് പോക്ക് നിർത്തി. അതല്ല, യുക്രൈനിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളും ഇപ്പോഴും വെറുതെ അതെ അതെ, പലരും മറ്റ് പല രാജ്യങ്ങളിലോട്ട് പോയി അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ ഒരു ട്രബിൾസം സിറ്റുവേഷനാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ നേരത്തെ തന്നെ കരിയർ പ്ലാനിങ് ചെയ്യുക, ഇതിൻ്റെ വിദഗ്ധരുമായിട്ട് സംസാരിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. ഇതല്ല ഇതിനപ്പുറം ഒരു ഡോക്ടറെക്കാളും പേരുള്ള നമുക്ക് ഞാൻ ചിലപ്പോഴും പാരൻസിന് പറയുന്ന ഒരു വൈറോളജിസ്റ്റ് ആകാം, ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് ആകാം, ഒരു മൈക്രോബയോളജിസ്റ്റ് ആകാം. ഇതെല്ലാം നമുക്ക് പല മെഡിക്കൽ കോളേജിലും അവിടെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ഒരു വലിയ വിങ്ങാണ്. പിന്നെ തെറാപ്പി വിങ്, നമ്മൾ സ്പീച്ച് തെറാപ്പി, ഓക്കുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഉള്ള പിന്നെ ഫിസിയോതെറാപ്പിയിൽ പല സ്പെഷ്യാലിറ്റി, സ്പോർട്സ് മെഡിസിൻ, അങ്ങനെ ഒരുപാട് സ്പോർട്സ് തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. അർബൻ ഏരിയയിലൊക്കെ അവർക്കൊക്കെ ഒരു പേരെടുക്കാൻ പറ്റും. ഒരു എക്സൽ ആകണം, താല്പര്യം വേണം. അപ്പോൾ തെറാപ്പി ഒരു മേഖലയാണ്, അതൊരു അലൈഡ് മെഡിക്കൽ സയൻസ് പോലത്തെ ഒരു മേഖലയാണ്. എന്തായാലും മെഡിക്കലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രമേ പോകാവൂ. നമ്മുടെ ഇപ്പോഴത്തെ ഈ 4 year ഗ്രാജുവേഷൻ കോഴ്സ്, നമ്മുടെ ഈ ഡിഗ്രി അതിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് 4 വർഷത്തെ കോഴ്സ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതിനെക്കുറിച്ച് UGCയുടെ നിർദ്ദേശമാണ് വന്നത്. UGCയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്, അത് നടപ്പാക്കിയാലേ പറ്റുള്ളൂ. അതിൽ പിന്നീട് ഉള്ള ചില കുട്ടികൾക്കൊക്കെ വരുന്ന ചില കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൈനർ സബ്ജക്റ്റ് ഉണ്ട് തിരഞ്ഞെടുക്കാൻ. പലപ്പോഴും മൈനർ സബ്ജക്റ്റിന് പല ക്യാമ്പസിലും ക്ലാസ് എടുക്കാനാണില്ലെന്നുള്ളൊരു വസ്തുത കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെങ്ങനെയെങ്കിലുമൊക്കെ അത് പഠിച്ച് ജയിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചില സ്കൂളിലൊക്കെ മുമ്പ് ചില സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കുട്ടികൾ ജയിക്കുമെന്നുള്ളത് നമ്മളെയൊക്കെ കളയിൽ പോകുമ്പോൾ ആ അവസ്ഥയിൽ അറിയാം. ചിലരൊക്കെ ഫ്രഞ്ച് പഠിക്കും, അവരൊക്കെ ജയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു പ്രശ്നമാകുന്നത് ഒരു നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പ്രശ്നമാണ്. അത് കഴിയുമ്പോൾ അവരതുമായിട്ട് അങ്ങ് സിങ്ക് ആവും. കാരണം 4 year കോഴ്സിൽ 4th year ഇൻറ്റേൺഷിപ്പാണ് കൂടുതൽ. അവർ തീർച്ചയായിട്ടും കുറേ നാൾ കഴിയുമ്പോൾ ഇന്നത്തെ പ്രോബ്ലം അന്നൊരു പ്രോബ്ലം ആവത്തില്ല, അതുമായിട്ട് അവർ സിങ്ക് ആവും ഉറപ്പായിട്ടും. കമ്മിങ് ജനറേഷൻ കുറച്ചും കൂടെ ആസ്വദിച്ച് തന്നെ പഠിക്കുകയും ജോലി നേടുകയും ആഹ്ലാദിക്കുകയും സ്ട്രെസ് ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ജോലിയുള്ള ആൾക്കാരെ കുറിച്ച്, കരിയർ ഒരു ജോലിയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ സ്വിച്ച് വരേണ്ടത് എപ്പോഴത്തേക്കായിരിക്കും? ഒരു ജോലി മാറ്റം പലർക്കും അതൊരു ഡൗട്ടാണ്. കയറിയ ഉടനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാറണോ, അതല്ല വെയിറ്റ് ചെയ്യണോ? അതിനെക്കുറിച്ച് എന്താ സാറിന് പറയുന്നത്? അതെന്തെങ്കിലും ജോലി കിട്ടുമ്പോൾ ആ ജോലിയിൽ ഒരു അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നവർക്ക് മാത്രമേ ഒരു കരിയർ ചേഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അതിന് സാധാരണ ഇപ്പം ഈ മുരളി തുമ്മാരുകുടി സാറൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ ആർട്ടിക്കിൾ ഇടയ്ക്ക് ഞാൻ വായിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഒരു കരിയർ കൊണ്ട് മാത്രം ഇന്ന് നല്ലൊരു ഗ്ലോബൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിലധികം കരിയർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെരിഫറലായിട്ട് കുറച്ച് നമുക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സർട്ടിഫിക്കേഷൻസ് ഇന്ന് ഒരു പ്രോബ്ലമേ അല്ല. കാരണം നമ്മളെ പഠിപ്പിക്കാൻ AI ഉണ്ട്, നമ്മളെ പഠിപ്പിക്കാൻ കോഴ്സറ ഉണ്ട്, നമ്മളെ പഠിപ്പിക്കാൻ ഇതുപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം നമ്മളൊരു സർട്ടിഫിക്കേഷൻ ചെയ്യുക, പിന്നെ ആരെങ്കിലും സഹായം നേടാം. പിന്നെ ഒരുപാട് ഓൺലൈൻ ഡിപ്ലോമകൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസ് നേരത്തെ തന്നെയുണ്ട്. ഉറപ്പായിട്ടും നമുക്കൊരു കരിയർ ചേഞ്ചിന് വേണ്ടി തയ്യാറെടുപ്പ് നമ്മൾ തന്നെ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പോകാം. കാരണം ഒരു ജോലി ഇരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പഠിക്കാം. MA പഠിക്കാം, MA കൂടുതൽ പഠിക്കാം, ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാം, എക്സിക്യൂട്ടീവ് MBA ഉണ്ട്, ഡിസ്റ്റൻസ് MBA ഉണ്ട്. ഇതെല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് കരിയർ ചേഞ്ച് ശ്രമിക്കാം. വേണമെങ്കിൽ ഒരു വിദേശ ലാംഗ്വേജും പഠിച്ച് ആ ലാംഗ്വേജ് പിന്നെ ഉള്ള രാജ്യത്ത് പോയി ഒരു ജോലിക്കും വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. കരിയർ ചേഞ്ച് ഒരു പ്രോബ്ലമല്ല. തീർച്ചയായിട്ടും സാർ, നമുക്ക് വാട്സാപ്പിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പല മേഖലകളിൽ ജോലി മാറി ചെയ്തു. ഈ പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് കയറി അങ്ങനെ കരിയർ ചേഞ്ച് തന്നെ കുറച്ചധികം വന്നു. പക്ഷെ ഒന്നിലും അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒന്നിലും ഒരു കംഫർട്ട് സോൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം? എനിക്കൊന്ന് ഇതിനെ ചേർത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, പലപ്പോഴും മനുഷ്യൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ഫെയിലിയർ എന്നുള്ളൊരു വാക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറേ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഓരോന്നിലും അദ്ദേഹം തോൽവിയാണ് അവിടെ കാണുന്നത്.
അത് ഫിയർ ഓഫ് ഫെയിലിയർ ഒരു വലിയ സംഗതിയാണ്. ഫിയർ ഓഫ് ഫെയിലിയർ എവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിൽ തുടങ്ങുന്നു എന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, നമ്മളാരും പറയുന്നതല്ല. ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ കുട്ടികളെ വളർത്തുന്ന അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റൈലിൽ തന്നെ അത് ചെയ്യല്, ഇത് ചെയ്യരുത്, പരീക്ഷ എഴുതരുത്, വരുന്നവരെ സ്വീകരിക്കരുത്, അപരിചിതരോടുത്ത് മിണ്ടരുത്, ചിരിക്കരുത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് പിന്നെ ഭയം പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ചില മാനസികാവസ്ഥയാണ്. അതിന് പരിഹാരം തേടേണ്ടത് അതിനെ പറ്റിയ സ്ട്രെസ് നേരത്തെ പറഞ്ഞുള്ള ഇതിന് ഡെവലപ്മെൻറ്റ് സൈക്കോളജിക്കൽ ക്ലിനിക്കുകളുണ്ട്. നമ്മൾ അവിടെ തന്നെ പോകണം. ഒരു ഡെവലപ്മെൻറ്റ് അത് അവരെ തന്നെ കാണാം. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ റൂട്ട് കോസ് നമുക്കറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും റൂട്ട് കോസുകൾ കാണും. അപ്പോൾ അദ്ദേഹത്തിൽ ഒരുന്നിൽ നിൽക്കത്തില്ല. ചിലർക്ക് വെപ്രാളമായിരിക്കും, ഒന്നിൽ പോകണോ അതിൽ പോകണോ, അത് പഠിച്ചിട്ട് അതിൽ നിന്ന് കിറ്റ് ചെയ്ത് വേറൊരു കോഴ്സ് അതിലും കിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ്. അത് ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ തന്നെ കാണേണ്ടി വരും പല കാര്യത്തിലും. കാരണം ഇതൊരു കരിയർ ഗൈഡിനോ കരിയർ കൗൺസിലർക്കോ പരിഹരിക്കാവുന്ന പ്രശ്നം ആകാൻ സാധ്യത വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ആ ഒരു വിഷയത്തിലേക്കാണ് ഇത് വീണ്ടും പോകുന്നത്. അതായത് കുട്ടികളെ ഏത് പ്രായത്തിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ആ പ്രായത്തിൽ ഒരു പക്ഷേ കുട്ടികൾ അത്ര ഫോക്കസ്ഡ്, പല കുട്ടികൾക്കും സ്വന്തമായി ഓക്കെ എനിക്ക് ഇതിന് പോകണം എന്നൊരു തോന്നൽ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ വരാറുള്ളൂ. അത് ആ ഒരു അവയർനെസ് എനിക്ക് തോന്നുന്നു ഇനിയും മാതാപിതാക്കന്മാരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിലും നമ്മൾ കാണുന്നത്. ഇനി അടുത്ത് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് നെറ്റ്വർക്കിംഗ് കരിയർ, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു കരിയർ ഗ്രോത്തിന് എന്ന് പറയുന്നുണ്ട്. പലരും അതിലോട്ട് എത്തുന്നില്ല, പലർക്കും അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. എങ്ങനെ സാർ ഇതിനെ എങ്ങനെ കാണും? നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് തന്നെ ഒരു കരിയറാണ്. നെറ്റ്വർക്കിംഗ് തന്നെ ഒരു കരിയറാണ്. സാധാരണ ആദ്യകാലത്തെ MCAക്കാരൊക്കെ ആയിരുന്നു നെറ്റ്വർക്കിംഗ് എക്സ്പെർട്ടുകളായിട്ട് മാറുന്നത്. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്ന് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് നെറ്റ്വർക്കിംഗ് എന്നും ഒരു പഠനമെന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സെയിൽസിലും പിന്നീട് മാർക്കറ്റിങ്ങിലും എല്ലാറ്റിലും നമുക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മാർക്കറ്റിങ്ങിലും, അത് റീറ്റെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10 വർഷമായി, നമ്മൾ 15 വർഷമായി. അപ്പോൾ ഇതെല്ലാം നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമാണ്. നെറ്റ്വർക്കിംഗ് നമ്മളെ നേരത്തെ പറഞ്ഞ ഒരു പാരൻ്റ് ചോദിച്ച പോലെ എയുടെ ഭാഗം തന്നെയാണ് നെറ്റ്വർക്കിംഗ്, ഡിജിറ്റൽ നെറ്റ്വർക്കിംഗ്. അതിലും എക്സ്പെർട്ട് ചെയ്യാം, അതിലും കരിയർ കണ്ടെത്തുക എന്നുള്ളതാണ്. എയുടെ കാലത്ത് എയിലൊരു കരിയർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ നെറ്റ്വർക്കിംഗ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അടുത്ത് വരുന്നത് സെൽഫ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു രീതിയിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നില്ലേ? സെൽഫ് മാർക്കറ്റിംഗ് എന്ന് സാധാരണ മാനേജ്മെൻറ്റ് വിദഗ്ധർ പറയുന്നത് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ബ്രാൻഡാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പിന്നെ ഹൗ ടു നമ്മൾ ബിഹേവ് വിത്ത് അതേഴ്സ്, പിന്നെ നമ്മളെ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല്, നമ്മൾ എപ്പോൾ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കരുത്, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഇതെല്ലാം നമുക്കൊരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഈ 17 വയസ്സ് വരെ പഠിക്കുമ്പം ഒരു കുട്ടിക്ക് കിട്ടേണ്ട സ്കിൽസാണ്, ലൈഫ് സ്കിൽസാണ്. എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒരു പബ്ലിക്കിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, എങ്ങനെ അവരെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതെല്ലാം പഠിക്കുമ്പോൾ എനിക്കിത്ര കഴിവുണ്ട്, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഒരു എലിമെൻ്റാണ് ഇതിൽ. എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് നല്ലപോലെ പാട്ട് പാടാൻ അറിയാം, ഞാൻ നന്നായിട്ട് വരയ്ക്കും, ഞാൻ നന്നായിട്ട് ഡിസൈൻ ചെയ്യും, ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇവർക്ക് സെൽഫ് കോൺഫിഡൻ്റാക്കി വളർത്തുക, കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് സ്കൂള് പ്രധാനപ്പെട്ട ഭാഗമാണ്. പാരൻറ്റിങ്ങിലും ഇത് വരണം. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കോൺഫിഡൻ്റ് അല്ലാതെ വരത്തില്ല. അവർ വളരെ എക്സൽ ചെയ്യും. അവരിഷ്ടപ്പെടുന്ന പാഷനേറ്റ് ആകുന്ന അവരെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ഗൈഡൻസ് നടത്തി കരിയർ പ്ലാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എവിടെ ചെന്നാലും അവർ എക്സൽ ചെയ്യും, അവരെ തന്നെ മാർക്കറ്റ് ചെയ്യും, അവരൊരു ബ്രാൻഡാവുകയും ചെയ്യും, സ്വന്തമായിട്ടൊരു ബ്രാൻഡാവും. ഇപ്പം നമ്മൾ സയൻസിനെ കുറിച്ചും ഹ്യൂമാനിറ്റീസ്, അഗ്രികൾച്ചർ, കോമേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു വന്നു. ഇനി അടുത്തുള്ള ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ലോ ആണ്, നിയമ പഠനം.
പലപ്പോഴും ഒരുപക്ഷെ കുട്ടികൾ ഇപ്പം +2 കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേരൻസ് പറയുന്നത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ലോ പഠിക്കാമല്ലോ എന്നുള്ളതാണ്. ഈ ലോ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഗ്രാജുവേഷനിൽ തന്നെ ലോ പഠിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു കുട്ടിയെ സഹായിക്കും? അത് അവരവരുടെ താല്പര്യം അനുസരിച്ചാണ്. ലോയ്ക്ക് പ്രധാനമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ലോജിക്കൽ സ്കില്ല് വേണം, സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ അറിയണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിയമം പഠിക്കാം. നിയമം 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. ഇതിന് നിയമ യൂണിവേഴ്സിറ്റികളുണ്ട്. ഡൽഹിയിൽ പ്രത്യേക നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലാതെ സെൻട്രൽ ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ലോ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചാൽ മിക്കവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ ലീഗൽ അഡ്വൈസറായിട്ട്, ലീഗൽ അഡ്വൈസിങ് കമ്മിറ്റിയിലൊക്കെ ആയിട്ട് വലിയ വലിയ കോർപ്പറേറ്റ്സിനെല്ലാം അവർക്കൊരു നിയമ വിഭാഗമുണ്ട്. അവർ കോട്ടിടാതെ, കോടതിയിൽ പോകാതെ, വാദിക്കാതെ അവിടുത്തെ ലീഗൽ വശങ്ങളാണ് അവർ ചെയ്യുന്നത്. ലീഗൽ കേസുകളും ചെയ്യും. അത് ഇൻ്റർനാഷണൽ ലീഗൽ വശങ്ങളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. അതിൻ്റെ മാരിടൈം ലായുണ്ട്, അതുപോലെ തന്നെ കമ്പനി ലായുണ്ട്, കമ്പനി അമാൽഗമേഷൻ ലായുണ്ട്, കോർപ്പറേറ്റ് ലായുണ്ട്. ഇതിനെല്ലാം ഒരുപാട് എക്സ്പെർട്ടുകൾ രാജ്യത്തെ ആവശ്യമാണ്. ഇന്ത്യ ഒരു വളരെ ശക്തമായ രാജ്യമാണ്. കാരണം ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ മൊത്തം പോപ്പുലേഷനേക്കാളും ഉണ്ട്. അത്രമാത്രം ബിസിനസ് നടക്കുന്നുണ്ട്, അത്രമാത്രം കമ്പനീസ് ഉണ്ട്, അത്രമാത്രം റീറ്റെയിൽ നടക്കുന്നുണ്ട്. അപ്പം മോശമല്ല, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കണം. നമ്മുടെ രാജ്യം ഒട്ടും മോശമല്ല. നമ്മുടെ എക്സ്പോർട്ട്, നമ്മുടെ ഇമ്പോർട്ട്, നമ്മളെ ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ലോ സ്കൂളിൽ നിന്ന്, നമ്മളങ്ങനെയാണല്ലോ പറയുന്നത്, ലോ സ്കൂളിൽ നിന്ന്, ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, നമ്മുടെ ലോ കോളേജിൽ നിന്നും, പിന്നെ ലോ സ്കൂളിൽ നിന്നും പറയാം, പൊതുവേ പറയുന്ന അങ്ങനെ ലോ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും തീർച്ചയായിട്ടും കേസ് വാദിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയും ഒരു കൈ നോക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഇൻട്രസ്റ്റ് വേണം, വെറുതെ പഠിക്കരുത്. താല്പര്യമുള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരു ജോലി ഉറപ്പായിട്ട് കണ്ടെത്താം. കഴിയുന്നതും ഞങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ലോ യൂണിവേഴ്സിറ്റികളാണ്. നമ്മളെ ലോ കോളേജിലും ലോ അക്കാഡമി പോലുള്ള സ്ഥലങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാം, റിസർച്ച് വരെ ചെയ്യുന്നവരുണ്ട്. ഇതിന് അധ്യാപകരും വേണമല്ലോ, നല്ല ലോയേഴ്സിനെ വാർത്തെടുക്കാനുള്ള അധ്യാപകരും വേണം, ഫാക്കൽറ്റീസ് വേണം. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഈ ഫാക്കൽറ്റീസിൽ ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. മിടുക്കികളും മിടുക്കന്മാരും ഉണ്ടാവട്ടെ. അടുത്തൊരു മെസ്സേജ് നമുക്ക് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. സ്വപ്നയാണ് ഇത് അയച്ചിരിക്കുന്നത്. അവർ ചോദിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ +2 കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ, എക്സാംസ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. +2 കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ +2കാർക്ക് എഴുതാവുന്ന 25ഓളം അല്ലെങ്കിൽ 25ഓളം പ്രധാനപ്പെട്ട എൻട്രൻസ് നാഷണൽ ലെവലിലുണ്ട്. പക്ഷേ അത് ഡിപ്പെൻസ് ഓൺ ദി സ്ട്രീം ഓഫ് ദി സ്റ്റുഡൻറ്റ്. അതാണ് ഒരു കുട്ടിക്ക് സയൻസുകാർക്കുള്ളതിൻ്റെ അത്രയും അവസരം എന്തായാലും ഹ്യൂമാനിറ്റീസുകാർക്കോ കൊമേഴ്സുകാർക്കോ ഇല്ല. പക്ഷേ ഒരു കാര്യം അറിയണം, കൊമേഴ്സുകാർക്ക് ഏത് സ്ട്രീംകാർക്ക് എഴുതാവുന്ന ചില എൻട്രൻസുകളുണ്ട്. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID എൻട്രൻസ് ഉണ്ട്, നിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അത് നടത്തുന്ന ഒരു വലിയ 13,000ഓളം സീറ്റുകൾ 80ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. JEE ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 3 വർഷത്തെ BSc കോഴ്സാണ്. എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ JEE ഉണ്ട്, പിന്നെ ബിറ്റ്സ് പിലാനി നടത്തുന്ന പ്രത്യേക കോഴ്സുണ്ട്, പ്രത്യേക എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 7 ഐസറുണ്ട്. ഐസർ ഒരു റിസർച്ച് സ്ഥാപനമാണ്. തിരുവനന്തപുരത്ത് ഒരു ഐസറുണ്ട്. അപ്പോൾ ഐസറിന് പ്രത്യേക കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, നാഷണൽ ലെവലിലുണ്ട്. അപ്പോൾ ഇങ്ങനെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസ് ഉണ്ട്. ഇതുകൂടി നമ്മളൊരു ഡിസംബർ ആവുന്നതിന് മുമ്പ് തന്നെ +2 വിദ്യാർത്ഥികളുടെ പാരൻസ് ശ്രദ്ധിക്കുക. അവർ ചിലപ്പം ശ്രദ്ധിക്കണമെന്നില്ല, പഠിക്കാനുള്ളതിൻ്റെ ചൂടിൽ ശ്രദ്ധിക്കണമെന്നില്ല. തീർച്ചയായിട്ടും പ്രധാനമായിട്ട് നമുക്കൊരു കുട്ടിക്ക് 20ൽ കൂടുതൽ എൻട്രൻസ് സയൻസ് ഗ്രൂപ്പുകാർക്ക് എഴുതാൻ പറ്റും. നമ്മൾ അത്രയൊന്നും എഴുതേണ്ട, ഒരു 5 എൻട്രൻസിന് തയ്യാറായാൽ പോലും ഒരു കുട്ടിക്ക് എവിടെയെങ്കിലും കടന്നുകൂടാം. എൻട്രൻസ് ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് രക്ഷിതാക്കളെ അറിയുക. സർ, ഒരു കോള് നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ ഹലോ, സ്വാഗതം. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജേക്കബ് മാത്യു വിളിക്കുന്നത്. സർ, ചോദിച്ചോളൂ സാറിനോട്. സാറേ, എൻ്റെ മോനിപ്പം PG കഴിഞ്ഞു. അവനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. IT ഫീൽഡിലാണ്. അത് പ്രൈവറ്റ് ഫീൽഡിൽ ഇനി ഒരു ഭാവി ഉണ്ടോ, അതോ അവന് ഗവൺമെന്റ് ജോലിയിലേക്ക് അതിൻ്റെ PSC ടെസ്റ്റ് എഴുതുന്നതാണോ നല്ലത്? ഇപ്പം ഏതില്ല സാറേ കൂടുതൽ കരിയറിൽ ഏതാണ് കൂടുതൽ നല്ലതാണെന്ന് ഏതാണെന്ന് പറഞ്ഞുതരാം.
തീർച്ചയായിട്ടും അത് ഒരു കുട്ടി PG കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ കുട്ടിക്ക് ഗവൺമെൻറ് ജോബ് വേണോ പ്രൈവറ്റിൽ തന്നെ നിൽക്കണോ എന്നുള്ളത് ആ കുട്ടിയുടെ പേഴ്സണൽ ചോയ്സാണ്. ഗവൺമെൻറ്റിലാണെങ്കിൽ ആ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ തന്നെ ജോലി കിട്ടണമെന്നില്ലല്ലോ. കാരണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പരാമർശിക്കപ്പെട്ട കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. ഏത് ഗ്രാജുവേറ്റിനും എഴുതാവുന്ന ധാരാളം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും കൃത്യമായിട്ട് നടത്തി കൃത്യമായിട്ട് പോസ്റ്റിംഗ് നടത്തുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്, PSCയിലുണ്ട്. ഇതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ പ്രൈവറ്റ് മേഖലയിൽ നേരത്തെ ഞങ്ങൾ പരാമർശിച്ച പോലെ അവരവരുടെ ബ്രാൻഡ് ക്വാളിറ്റേറ്റീവായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനി മാറാം, കോർപ്പറേറ്റ് മാറാം. ഈ ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ല ബ്രാൻഡ് കമ്പനിയിൽ ഉറപ്പായിട്ട് ജോലി നിർത്തും. പക്ഷേ ഇൻട്രസ്റ്റും പിന്നെ ഇതിൻ്റെ പെരിഫറലായിട്ട് അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ് കോഴ്സുകൾ നേരത്തെ പരാമർശിക്കപ്പെട്ട ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കോഴ്സറ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ അവൈലബിളാണ്. തീർച്ചയായിട്ടും അത് പലപ്പോഴും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹവാർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ ഫ്രീ ഓൺലൈൻ കോഴ്സുകളുണ്ട്. എത്രമാത്രം അപ്ഡേറ്റ് ചെയ്താണെന്നറിയാമോ ആ കോഴ്സ് നടത്തുന്നത്. അതിനൊക്കെ ചേരാൻ ഒരു IT പ്രൊഫഷണലിന് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത് ആർജിച്ച് കാണും. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുക. പക്ഷേ ഒരാൾ ഗവൺമെൻറ് വേണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ വേണോ എന്നുള്ളത് തീർച്ചയായിട്ടും പേഴ്സണൽ ചോയ്സാണ്. രണ്ടിനും ഗുണങ്ങളുണ്ട്, രണ്ടിനും ചലഞ്ചസും ഉണ്ട് തീർച്ചയായിട്ടും. കാരണം അത് നേടണമല്ലോ, അതൊരു ചലഞ്ചസാണ്. താങ്ക് യു ശ്രീ ജേക്കബ് മാത്യു. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു സാറുമായിട്ട് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ ഉൾപ്പെടുന്ന പേരൻസിനും കൂടെ ഇത് കൊടുത്താൽ തീർച്ചയായിട്ടും അത് കൊടുത്താൽ മാത്രമേ ആ ഒരു അവയർനെസ് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. പല പേരൻസിനും അറിയാമായിരിക്കും പഠിച്ചതല്ല ഇന്നിപ്പോൾ ജോലി ചെയ്യുന്നത്, എന്തോ പഠിച്ചു ഇന്നെന്തോ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് ഈ കരിയർ ഗൈഡൻസ്, കരിയർ പ്ലാനിങ്. തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യണം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കരിയർ പ്ലാൻ ചെയ്താൽ ജീവിതം പ്ലാൻ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും അതും ആ ഒരു പ്രായത്തിൽ തന്നെ അത് പ്ലാൻ ചെയ്താൽ, ഇപ്പോൾ നേരത്തെ നമുക്ക് മെസ്സേജ് വന്നതുപോലെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും ഒരു ലേറ്റർ സ്റ്റേജിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം, നന്ദി ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. പ്രേക്ഷകർക്കും ഇത് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടിനെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. ഇന്നത്തെ കേരള കണക്ട് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.